എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഫുൾ സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തിയറി പാർട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയറി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിലിപ്പോൾ 01, അതായത് കൈയിറക്കം പ്ലസ് 1.5 ഇഞ്ച്, ഇതാണ് 01. നമ്മൾ ഫുൾ സ്ലീവ് ചുരിദാർ എടുക്കുമ്പോൾ അതിനെപ്പോഴും ഇറക്കം വളരെ കൂടുതലായിരിക്കും. നമ്മൾ ആ ഇറക്കത്തിനെ കൂടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ഇടാത്ത ഫുൾ സ്ലീവ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൂടി 1.5 ഇഞ്ച് എടുക്കുന്നത്. നിങ്ങൾ ലൈനിങ് ഇട്ടാണ് ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് ഇതിനെ കൂടി തയ്യൽ തുമ്പ് കൂട്ടിയാൽ മതി. 1/2 ഇഞ്ച് മുകളിൽ അടിച്ചു പോകാനും അതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴെ അടിച്ചു പോകാനും. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ കൂടി 1.5 ഇഞ്ച് എടുത്തത്. താഴെ ഭാഗത്ത് 1 ഇഞ്ച് വേണം അടിച്ചു പോകാൻ, അതുപോലെ തന്നെ 1/2 ഇഞ്ച് മുകൾ ഭാഗത്തും. അപ്പോൾ ഞാൻ അങ്ങനെ 1.5 ഇഞ്ചാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 02 കൈവണ്ണം. ഇതാണ് 02 എന്ന് പറയുന്ന ഭാഗം. കൈവണ്ണം പ്ലസ് 1.5 ഇഞ്ച്. ഇത് മുകൾ ഭാഗത്ത് നമ്മൾ കൈവണ്ണം എടുക്കുമ്പോൾ എപ്പോഴും അതിനെ കൂടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി എടുക്കണം. 1.5 ഇഞ്ചിൽ ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഇനി നെക്സ്റ്റ് വരുന്നത് 13 താഴ്ഭാഗത്തെ കൈവണ്ണം. അതിനെ കൂടി നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടേണ്ട കാര്യമില്ല. താഴ്ഭാഗത്ത് എപ്പോഴും നമ്മൾ വളരെ കുറച്ച് മാത്രമേ കൈവണ്ണം എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൈൻ്റെ താഴെ കുറേ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. മുകൾ ഭാഗം എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂട്ടിയെടുക്കുക. താഴെ ഭാഗം വരുമ്പോൾ ഓരോരുത്തരുടെ കൈവണ്ണം അനുസരിച്ചിട്ട് നമ്മുടെ കൈൻ്റെ അറ്റത്തെ വണ്ണം വളരെ കുറവായിരിക്കും എപ്പോഴും. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് 24, അത് കൈക്കുഴി. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാനിവിടെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് കട്ടിങ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഈ തുണി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ടോപ്പ്, നമ്മളിപ്പോഴും ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി നമ്മൾ 2 മീറ്റർ തുണിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഫുൾ സ്ലീവ് അതിൽ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ 1 മീറ്റർ കൂട്ടി വാങ്ങിക്കണം. അപ്പോൾ മൊത്തം 3 മീറ്റർ തുണി. അതുപോലെ തന്നെയാണ് ലൈനിങ് തുണി എടുക്കുമ്പോഴും നമ്മൾ എത്രയാണോ ലൈനിങ് തുണി എടുക്കുന്നത്, ഒരു ടോപ്പ് തയ്ക്കാൻ എത്രയാണോ എടുക്കുന്നത് അതിനെ കൂടി എപ്പോഴും 1 മീറ്റർ വേണം കൂട്ടി വാങ്ങിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് തുണി വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ടോപ്പിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്യാൻ മേടിക്കുമ്പോൾ 1 മീറ്റർ ടോപ്പിൻ്റെ തുണിയും അതുപോലെ ലൈനിങ് തുണിയും കൂട്ടി വാങ്ങിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സാധാരണ തുണി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തരുന്നതാണ്. ഇതൊരു ടോപ്പിൻ്റെ തുണിയല്ല. ഞാനിതിപ്പോൾ ഇതിൽ ചുരിദാറൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രമാണ്. ഞാനിപ്പോൾ ഈ തുണി വിടർത്തി കാണിക്കുകയാണ്. ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യമേ ഈ തുണി നിവർത്തിയിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഒരു സാധാരണ നമ്മളിപ്പോൾ ഒരു ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം അതിൻ്റെ കൈയിറക്കം എടുക്കുക. കൈവണ്ണം മുകളിൽ നിന്ന് താഴെ വരെ കൈവണ്ണം എടുക്കുക. ഏകദേശം ഒരു 23 ഇഞ്ചിലാണ് ഞാനിപ്പോൾ കൈവണ്ണം എടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ കൈവണ്ണം ഇപ്പോൾ ഒരു 7.5 ഇഞ്ച് കൈവണ്ണം. അതുപോലെ താഴത്തെ കൈവണ്ണം താഴെ എപ്പോഴും വളരെ കുറവായിരിക്കും. അപ്പോൾ താഴ്ഭാഗത്ത് 4 ഇഞ്ചോളം കൈവണ്ണം. ഇത്തിരി വണ്ണം കൂടുതലുള്ള ഒരു ആൾക്കാർക്കാണെങ്കിൽ ഒരു 5 ഇഞ്ച്, മാക്സിമം 5-5.5, അതിൽ കൂടുതൽ താഴത്തെ കൈവണ്ണം പോകരുത്. 5 വരെ, മാക്സിമം 5.5 വരെ മതിയാവും. കൈക്കുഴി 4 ഇഞ്ചിൽ കൈക്കുഴി ഞാൻ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പം ആദ്യമേ തന്നെ ഈ തുണി ഞാനിങ്ങനെ മടക്കി ഇട്ടു. തുണി ഇങ്ങനെ നിവർത്തിയിട്ടു. എന്നിട്ട് നമുക്ക് ആദ്യമേ തന്നെ കൈ നീളം അളക്കാം. ഇവിടുത്തെ കൈ ഇറക്കം എന്ന് പറയുന്നത് 23 ഇഞ്ചാണ് കൈ ഇറക്കം. നമ്മൾ അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ലൈനിങ് ആണെങ്കിൽ ഇതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി, താഴെയും മുകളിലും അടിച്ചു പോകാനായിട്ട്. ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ 23 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം. അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടി 24.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇഞ്ച് കൈയിറക്കം 24.5 ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ തുണിയിൽ ഇതാണ് 0, ഇതാണ് 1 എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ ഗ്രാഫ് പ്രകാരം 01 ആണ് നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയത്. ഇതെപ്പോഴും തുണി മടക്കാൻ നേരത്ത് ഈ ഭാഗം ഇങ്ങനെ വരത്തക്ക രീതിയിൽ വേണം മടക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഒരിക്കലും സ്റ്റിച്ചിങ് വരുത്താൻ ഇടവരുത്തരുത്.
സാധാരണ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഒരു ചുരിദാറിൻ്റെ തുണിയിലാണെങ്കിൽ തുണി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്തൊക്കെ ചില ഫുൾ സ്ലീവ് ചുരിദാറിൽ ഈ ഭാഗത്ത് ജോയിൻറ്റ് ഉണ്ടാവും. അത് വളരെ വൃത്തികേടായിരിക്കും. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോഴും തുണി വാങ്ങിക്കുമ്പോൾ 1 മീറ്റർ കൂട്ടി വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് ഇല്ലാതെ നമുക്ക് ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 01 എന്ന് പറയുന്ന ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി 24.5 ഇഞ്ചിൽ. ഈ നെക്സ്റ്റ് 02, അതായത് 02 എന്ന് പറയുന്ന ഭാഗം ഞാൻ അടയാളപ്പെടുത്തുകയാണ്. കൈവണ്ണം പ്ലസ് 1.5 ഇഞ്ച്. കൈവണ്ണം 7.5 ഇഞ്ചാണ്. നമ്മൾ അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. 7.5 പ്ലസ് 1.5, 7.5 ഇഞ്ചാണ് നമ്മുടെ കൈവണ്ണം. നമ്മൾ അതിനെ കൂടി കൂട്ടി 1.5 ഇഞ്ച് കൂട്ടി 9 ഇഞ്ചിൽ കൈവണ്ണം അടയാളപ്പെടുത്തി. അപ്പോൾ 02 ഇതാണ് 2. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ 02യും രേഖപ്പെടുത്തി. നമ്മൾ നെക്സ്റ്റ് 13, അതായത് കൈവണ്ണം, താഴ്ഭാഗത്തെ കൈവണ്ണം 4 ഇഞ്ചാണ്. അതിനൊക്കെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 5 ഇഞ്ചിൽ ഇവിടെയും നമുക്ക് രേഖപ്പെടുത്താം. താഴ്ഭാഗത്തെ കൈവണ്ണവും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നെക്സ്റ്റ് 24, അതായത് കൈക്കുഴിയാണ്. 24 കൈക്കുഴി 4 ഇഞ്ചിലാണ് നമ്മൾ കൈക്കുഴി അളക്കുന്നത്. അപ്പോൾ 24ഉം നമ്മൾ അടയാളപ്പെടുത്തി. 01, 02, അതുപോലെ 24, ഇത് 13 ആണ്. 1ഉം 3യും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ 4ഉം 3യും കൂടി കൂട്ടി യോജിപ്പിക്കാം. നമുക്കിനി ഇത് കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അതാണ് കൈക്ക് ഇത്ര വണ്ണം തോന്നുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇത്രയും ഭാഗം തുണി ഉള്ളിൽ തയ്യൽ തുമ്പായിട്ട് പോകും. ഇനി നമുക്ക് വരയ്ക്കേണ്ട ഭാഗം ഈ 04, അതായത് കൈക്കുഴിയാണ് ഞാനിനി വരക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ മുകളിലത്തെ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കൈക്കുഴി വരച്ച് നേരെ കൈ ഇങ്ങനെ വെട്ടിയെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഫുൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു കൈയും കൂടി വെച്ച് വെട്ടാവുന്നതാണ്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചില ചുരിദാറിൽ നമ്മൾ 3/4 സ്ലീവ് കട്ട് ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് 3/4 സ്ലീവിൻ്റെ കട്ടിങ്. അതായത് ഇതിപ്പോൾ ഫുൾ ലെങ്ത് ആണ്. അതായത് ഒരു കൈ ഫുൾ സ്ലീവാണ് ഞാനിപ്പോൾ ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത്. 3/4 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരെ ആയിരിക്കും 3/4. ഇത് കൈയിൻ്റെ പകുതിക്കുന്നാണിത്. അപ്പോൾ 3/4 എന്ന് പറയുമ്പോൾ ഫുള്ളിൻ്റെ പകുതിയായിട്ട് മിഡിലായിട്ട് വരും. അപ്പോൾ ഇത്രയും വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് 3/4 സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആവും. ചില ചുരിദാറിൽ നമുക്കധികം നമുക്കത് ലെങ്ത് ഇത്രയും വേണ്ടി വരില്ല, 3/4 മതിയാവും. അപ്പോൾ നമുക്കത് ഇവിടം വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് സാധാരണ പോലെ തന്നെയാണ് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ഇപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ഈ താഴത്തെ ഈ ഭാഗം മടക്കി അടിക്കുകയാണ്. ഞാൻ 1 ഇഞ്ച് ഇതിനെ കൂടി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 ഇഞ്ച് മടക്കി തയ്ക്കും. നമുക്കിപ്പോൾ ഇതിന് താഴെ പൈപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് പൈപ്പിംഗ് വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ആണെങ്കിൽ നമുക്കിങ്ങനെ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല. അടിച്ചെടുത്തു. നമുക്ക് ഇതിങ്ങനെ മടക്കി അളക്കാം. അതായത് കൈവണ്ണം, താഴ്ഭാഗത്തെ കൈവണ്ണം
4 ഇഞ്ചാണ് താഴ്ഭാഗത്തെ കൈവണ്ണം. അപ്പോൾ അതിവിടെ 4 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇതിൻ്റെ ഈ അറ്റം കൊണ്ടുവന്ന് നമുക്ക് നിർത്താം. എന്നിട്ട് ഈ അറ്റത്ത് ഒരു വി പോലെ വെട്ടിക്കൊടുത്ത് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ചുരിദാറിൽ ഇതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഷോൾഡറിൻ്റെ നടുഭാഗത്ത് കൊണ്ടുവന്ന് ഈ കൈയും ഇതേപോലെ ഇവിടെ വെച്ചിട്ട് നമ്മൾ സാധാരണ ഞാൻ ഇതിക്ക് മുമ്പ് എൻ്റെ വീഡിയോസിൽ ഞാൻ കൈ വെക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ കൈ വെക്കുന്നതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ സ്ലീവ് ആണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ആ ചുരിദാറിൽ കൈ വെക്കുന്നത് പോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. ഇത് അതുപോലെ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് മറിച്ച് കാണിച്ച് എടുത്തിരിക്കുകയാണ്. ഇതാണ് ഫുൾ സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. ഞാൻ ഇതിക്ക് മുമ്പ് എൻ്റെ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുതുതായി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആദ്യം ആ വീഡിയോ കാണുക, എന്നിട്ട് മാത്രം ഫുൾ സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ചുരിദാർ തയ്ക്കുന്നതെന്നും അതുപോലെ ഇനി ഇതെങ്ങനെ ആ ചുരിദാറിലേക്ക് ഫിക്സ് ചെയ്യാമെന്നും നിങ്ങൾക്കിത് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്